ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാസാബ്ലാങ്കയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ നൈറ്റ് ലൈഫാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു നൈറ്റ് വ്യൂ സീനാട്ടോ. നമ്മൾ മദീനയുടെ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഫ്ലോറിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ മദീനയും പിന്നെ അതല്ല അതിൻ്റെ അപ്പുറമുള്ള സീയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അകം ഇങ്ങനെയാണ്. നല്ലൊരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. 50 പൗണ്ട് താഴെയാണ് ആയത്. 3 ബെഡ്റൂംസും 2 ടോയ്ലറ്റ്സൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക നല്ല പ്രീമിയം സെറ്റപ്പിലായിരുന്നു അവരതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കർട്ടൻസും പിന്നെ നല്ല വ്യൂവും പിന്നെ നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സീ സൈഡ് ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ പുറത്തിരിക്കാൻ നമുക്ക് ചെറിയൊരു ഫർണിച്ചറും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും മേലത്തെ ഫ്ലോറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം കാണാം. നമ്മളിത് ടോപ്പിലാണല്ലോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നൈറ്റിൽ നമ്മൾ ഈ മദീനയിലൊക്കെ കാണാൻ പോകണം എന്നാണ് നമ്മുടെ പ്ലാൻ. ഇതവിടെ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകണം. അപ്പോൾ നമുക്ക് റെഡിയാവാം. അപ്പോൾ റെഡിയാവാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഡ്രസ്സ് ഇതാട്ടോ ഇന്ന് രാത്രി വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിരി ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് നടന്നു പോകാമെന്ന്. പക്ഷേ ഇത്തിരി ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കാർ എടുത്ത് നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോവാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ട്രാഫിക് ലൈറ്റ്സ് അങ്ങനെ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീബ്ര ക്രോസിങ്ങിന് നടക്കുമ്പോൾ വണ്ടി നമുക്ക് നിർത്തരും. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അങ്ങനെ നമ്മൾ നടന്ന് മദീന ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ മദീനയുടെ അടുത്ത് ചെന്നപ്പോൾ ചെല്ലും തോറും ഭയങ്കര ക്രൗഡഡ് ഏരിയ ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു അവിടുത്തെ മെയിൻ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 9 മണി 10 മണി സമയമാണ്. എന്നാലും ഭയങ്കര ട്രാഫിക്കും ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ നടക്കുന്ന വീഡിയോസും കുറച്ചെടുത്തു. നൈറ്റ് ഈ സമയം എന്ന് പറഞ്ഞാലും അവിടെ ഭയങ്കര തിരക്കാണ്. ഈ പിള്ളേരും വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ട്. അവർക്ക് ഉറക്കമില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഒരു രീതി ഇങ്ങനെ ആയിരിക്കാം. അവിടെ നമ്മുടെ ഈ പിള്ളേർക്ക് ഉള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള പോലെ നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ പോണ പോലെ അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസും ഉണ്ട്. പിന്നെ കാണാനും ഉണ്ട് കേട്ടോ കുറേ ഐറ്റംസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനൊരു ഫ്രൂട്ട് റോളാണ് കണ്ടത്. അവിടെ പല ടൈപ്പ് ഫ്രൂട്ട്സിൽ അടിപൊളിയായിട്ട് ഒരു അറേഞ്ച് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇത്തിരി എടുത്ത് വാങ്ങിച്ച് കഴിച്ചു. ഒരെണ്ണം വാങ്ങിച്ചോളൂ. ഇത് വേറൊരു ടൈപ്പ് ഫ്രൂട്ടാണ്. നമ്മുടെ കാക്ടസിലുണ്ടാകുന്ന ഒരു ടൈപ്പ് ഫ്രൂട്ടാണ്. അത് തുറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അകത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അതും ഞങ്ങൾ കഴിച്ചായിരുന്നു. നല്ലതായിരുന്നു. ഒരു പുളി ഇത്തിരി മധുരമൊക്കെ ആയിട്ട്. ഇത് കാണാൻ ഭയങ്കര അടിപൊളിയായതുകൊണ്ട് ഞങ്ങൾ ആ ഫ്രൂട്ടും ഒരു ബോൾ വാങ്ങിച്ചു. പക്ഷേ ഇതിൽ മെയിനായിട്ട് ആ പുറമേ കാണുന്ന ഇത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ളൂ. ബാക്കിയൊക്കെ പഴമാണ് അതിൻ്റെ അകത്ത് കിടക്കണേ. പിന്നെ ഞങ്ങൾ ഒരു കോൺ ട്രൈ ചെയ്തു. കോണും നല്ലതായിരുന്നു. ഇത് ഞങ്ങൾ ആ കാക്ടസ് ഫ്രൂട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യം എല്ലാം ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ പോയി ട്രൈ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. പിന്നെ ഇത് നമ്മുടെ സ്നെയിലുണ്ടല്ലോ. സ്നെയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഞൗണിക്ക പോലത്തെ സംഭവം തോന്നണം. അവരിതിങ്ങനെ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ സൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കും. ഞാൻ ട്രൈ ചെയ്തില്ല. എൽദോൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്തു. അവർ പറഞ്ഞത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. അവർക്കും അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവിടുത്തെ ആൾക്കാർ ഇത് ഭയങ്കര വലിയ സംഭവമായിട്ടാണ് കുടിക്കുന്നത്. പിന്നെ ഇതാ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൗളിൽ ഇങ്ങനെ തരുമ്പോഴത്തേക്കും അത് ഫുൾ ഇതിൻ്റെ അകത്തും ഇത് ഞൗണിക്കയില്ല. അത് കുറച്ച് സാധനത്തിനകത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി മിക്കതിനകത്ത് ഷെല്ലാണ്. എന്തോ ഒരു നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ പോട്ടിയൊക്കെ കഴിക്കണതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ എൽദോ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമ്മുടെ അടുത്ത സ്ഥലം ഓയിസ്റ്ററാണ്. അവിടെ ഒരു ചേച്ചി ഓയിസ്റ്റർ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ തന്നെ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ഷാരൂഖ് ഖാനെയും പിന്നെ നമ്മുടെ കുറേ ഇന്ത്യൻ സിനിമാസൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം വർത്താനമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൽദോയ്ക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും ട്രൈ ചെയ്തിട്ടുണ്ട്. എൽദോ ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൽദോ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ എൽദോ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൽദോ പറഞ്ഞത് എൽദോയ്ക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ വേറൊരു ടേസ്റ്റ്. നമ്മളങ്ങനെ അതത്ര കുക്ക്ഡ് അല്ലല്ലോ. കുക്ക്ഡായും അങ്ങനെ കഴിക്കുന്നില്ല ആൾക്കാർ. പച്ചക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൽദോയ്ക്ക് അങ്ങനെ അത്രമാത്രം ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയൊക്കെ. പിന്നെ അതാണ്. പിന്നെ അതൊരു സോൾട്ടിയും പിന്നെ ചെറിയൊരു സോറും അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ്. പിന്നെ എൽദോ സെറ്റ് ചെയ്ത് ഒന്നും കൂടെ എടുത്ത് കഴിച്ച് നമ്മുടെ ഒരു കക്കിറച്ചിയൊക്കെ പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കിത് ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ചെല്ലുമ്പോഴാണ് കുറേ പിള്ളേർ ഇങ്ങനെ ജസ്റ്റ് പൈസ വെച്ച് ഇങ്ങനെ എന്തോ
കളിക്കണമെന്ന് വെച്ചാൽ 3 ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ 3 മറിച്ചിടുവാണെങ്കിൽ അവർ നമുക്ക് 500 മൊറോക്കൻ ദിർഹം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൽദോയും ജിഷ്ണുവും ആനന്ദും എല്ലാവരും ഇത് ട്രൈ ചെയ്തു. ഞങ്ങൾ ട്രൈ ചെയ്തില്ല. എൽദോയ്ക്ക് മാത്രം പൈസ കൊടുത്തു, ബാക്കി എല്ലാവരോടും ഫ്രീ ആയിട്ട് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ പൈസ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതൊരു എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വിശന്നുകൊണ്ട് ഞങ്ങൾ കാറെടുത്ത് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു മന്തി റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടുന്ന് ഇത്തിരി ദൂരമുണ്ട്, 5 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ചെല്ലുമ്പോൾ തന്നെ കണ്ടില്ല, ഭയങ്കര അടിപൊളിയായിട്ട് എന്തോരം ആൾക്കാർ ഫോട്ടോയ്ക്കല്ല ചെയ്യണേ. അപ്പം നമ്മളങ്ങനെ ചിക്കൻ മന്തിയും ലാം മന്തിയാണ് പറഞ്ഞത്. എന്തോരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയെന്നറിയോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അവിടുത്തെ ഓണർ നമ്മൾ ഒരു വെൽക്കം ടീ പോലെ ലൈക്ക് മൊറോക്കൻ മിൻറ്റ് ടീ തരാമെന്നും പറഞ്ഞ് നമ്മൾ ഹോട്ടലിൻ്റെ പുറത്ത് കൊണ്ടിരുത്തിയിട്ട് മിൻറ്റ് ടീ ഒക്കെ നമുക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് മിൻറ്റ് ടീ ഇവരുടെ ഒരു വേ ഓഫ് വെൽക്കമിങ് ആണ്. അപ്പോൾ അവർക്ക് ഇന്ത്യ അറിയാം, കേരള അറിയാം, ഫോർട്ട് കൊച്ചി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡെസേർട്ട് കൊണ്ട് തന്നു. നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ഒരു ടൈപ്പ് പുഡിങ് കേട്ടോ, പുഡിങ് കസ്റ്റാർഡ് പുഡിങ് ഒക്കെ പോലെ സംഭവം. അങ്ങനെ നമ്മൾ മിൻറ്റിയൊക്കെ കുടിച്ചു. ആൾക്കാർ ഭയങ്കര ലവ്ലി പീപ്പിൾസ് എന്ന് പറയാം, ഭയങ്കര വെൽക്കമിങ് ആണ്. അങ്ങനെ മിൻറ്റി എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് ആസ്വദിച്ച് ബില്ലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിട്ട് പോന്നു. അത്രയേ ഉള്ളൂ. ബൈ.